നമസ്കാരം. പാകിസ്ഥാൻ മുമ്പ് എങ്ങുമില്ലാത്ത തരത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് പാകിസ്ഥാനിലെ എല്ലാ മേഖലകളെയും ഗുരുതരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാൻ്റെ ഔദ്യോഗിക വിമാന കമ്പനിയായ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത്. ഇവരുടെ പല വിമാനങ്ങളും പറക്കാൻ യോഗ്യതയില്ലാത്തതാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കമ്പനിയുടെ തന്നെ എഞ്ചിനീയർമാർ ഇത്തരത്തിലുള്ള വിമാനങ്ങൾ പറക്കാൻ യോഗ്യമല്ല എന്നാണ് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തിട്ടുള്ളത്. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഈ വിമാനങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ കഴിയുകയില്ലാത്ത അവസ്ഥയാണുള്ളത്. എഞ്ചിനീയർമാർ അക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ പിന്നെ ആ വിമാനത്തിന് സർവീസ് നടത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് വ്യോമയാന നിയമങ്ങളനുസരിച്ച് ഇവിടെ പാലിക്കപ്പെടുന്ന നിയമം. ഇതനുസരിച്ച് പല വിമാനങ്ങളും നിരവധി വിമാനത്താവളങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇസ്ലാമാബാദ്, കറാച്ചി, റാവൽപിണ്ടി തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലുമൊക്കെ തന്നെ ഈ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെ വിമാനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ്. പല വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും ഇതോടുകൂടി റദ്ദാക്കപ്പെട്ട അവസ്ഥയാണ്. മാത്രമല്ല, വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ കൂടുതൽ വിമാനങ്ങൾ നിരന്ന് കിടക്കുന്ന കാരണം പല വിമാനങ്ങൾക്കും അവിടെ ലാൻഡ് ചെയ്യാനോ അതല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥ കൂടിയാണ്. എന്നാൽ കമ്പനി ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത് എഞ്ചിനീയർമാരെയാണ്. ഈ എഞ്ചിനീയർമാർക്കെതിരെ നിരവധി ശിക്ഷണ നടപടികൾ അവർ സ്വീകരിച്ചിരുന്നു. അതിന് പ്രതികാരമായിട്ടാണ് അവർ ഇത്തരത്തിൽ വിമാനങ്ങൾ പറക്കാൻ യോഗ്യമല്ല എന്ന് എഴുതി കൊടുത്തതാണെന്നാണ് അവർ പറയുന്നത്. ഏതാണ്ട് 6ഓളം എഞ്ചിനീയർമാരെ ഒറ്റയടിക്ക് കറാച്ചിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇതേ തുടർന്ന് മറ്റ് പല എഞ്ചിനീയർമാരും ജോലി ചെയ്യാൻ വിസമ്മതിച്ചു. ഈ പശ്ചാത്തലത്തിൽ ഇവർ പുറത്തുനിന്ന് ചില എഞ്ചിനീയർമാരെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് വിമാനം സംരക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർക്കും ഈ വിമാനങ്ങൾ പരിപാലിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയപ്പെടുന്നത്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ദിവസവും പല വിദേശ രാജ്യങ്ങളിലേക്കും സർവീസ് നടത്തിയിരുന്ന ഈ വിമാന കമ്പനിയുടെ പല വിമാന സർവീസുകളും ഇപ്പോൾ നിർത്തിവയ്ക്കേണ്ട അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടുത്തെ വിമാനത്താവളങ്ങളിൽ വലിയ തോതിലുള്ള തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടത്. കാരണം ഉംറ നിർവഹിക്കാനും അതുപോലെ മറ്റു പല വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുമൊക്കെ അവിടെ എത്തിയ യാത്രക്കാരോട് എന്ത് പറയണം എന്നറിയാതെ കമ്പനി മാനേജ്മെൻറ്റ് കുഴങ്ങി എന്നാണ് പറയപ്പെടുന്നത്. യാത്രക്കാർ നോക്കുമ്പോൾ വിമാനത്താവളത്തിലെല്ലാം തന്നെ ഈ കമ്പനിയുടെ വിമാനങ്ങൾ നിറയെ കിടക്കുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ വിമാനവും പറന്നു കയറുന്നില്ല. വിമാന കമ്പനി ആകെ പ്രതിസന്ധിയിലാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് തന്നെ തങ്ങൾക്ക് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കാം അവർ തങ്ങളുടെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പല വിമാനങ്ങളും ഏതാണ്ട് 14 മണിക്കൂറോളം വരെ വൈകി പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം 5 പ്രധാനപ്പെട്ട വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ കമ്പനിയുടെ സ്ഥിതി കൂടുതൽ മോശമാകാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാനിലാകട്ടെ ഇപ്പോൾ സ്വകാര്യ വിമാന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് പോലെയുള്ള ഔദ്യോഗിക സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ ഇപ്പോൾ പ്രതിഷേധ സൂചകമായി ഈ വിമാനങ്ങൾക്ക് യോഗ്യതയില്ല, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന കാര്യത്തിലൊക്കെ തന്നെ വിസമ്മതം പ്രകടിപ്പിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാനെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന പ്രതിസന്ധി ഇപ്പോൾ അവരുടെ വ്യോമയാന മേഖലയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം ഈ വിമാന കമ്പനി നടത്തുക അല്ലെങ്കിൽ വിമാന സർവീസ് നടത്തുക എന്ന് പറയുന്നത് വളരെ പണച്ചിലവുള്ളൊരു ഏർപ്പാടാണ്. അതിനുള്ള സ്ഥിതി ഇപ്പോൾ പാകിസ്ഥാനില്ല. പല വിമാനങ്ങൾക്കും കൃത്യമായി സ്പെയർ പാർട്സ് പോലും വാങ്ങാനുള്ള അവസ്ഥ ഇപ്പോൾ പാകിസ്ഥാനിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ഇത് പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾക്കും ബാധകമാണ്. പാകിസ്ഥാൻ പണ്ട് വാങ്ങിയ പല യുദ്ധവിമാനങ്ങൾ പോലും ഇപ്പോഴും അവരുടെ താവളങ്ങളിൽ അറ്റകുറ്റപ്പണി പോലും നടത്താൻ കഴിയാതെ ഇട്ടിരിക്കുകയാണ് എന്നും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു.